ഹായ് ഗൈസ്, വെൽക്കം ടു ദ ബ്രാൻഡ് ന്യൂ വീഡിയോ ഓഫ് KPCR15. നമ്മൾ ഇന്നലെ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് എക്സാക്ട് ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിസംബർ 18 ഡിസംബർ 18 നമ്മളൊരു EUR/USD ഒരു ഷോർട്ട് ഓപ്പർച്യൂണിറ്റി നമ്മൾ നോക്കിയിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ബ്രേക്ക് ഡൗണിലേക്കാണ് നമ്മളിപ്പോൾ കിടക്കുന്നത്. ഓക്കെ, നമുക്ക് മന്ത്ലി ബയാസിൽ തന്നെ തുടങ്ങാം. മന്ത്ലി ബയാസിൽ നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാം, ഇതായിരുന്നു വാലിഡ് ആയിട്ടുണ്ടായിരുന്ന ഒരു ഡീലിംഗ് റേഞ്ച് അല്ലേ. ആദ്യത്തെ കേസിൽ വാലിഡ് ആയിട്ടുണ്ടായിരുന്ന ഒരു ഡീലിംഗ് റേഞ്ച് എന്ന് പറയുന്നത് ഇതായിരുന്നു. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു? ഇവിടുന്ന് ഒരു പ്രീമിയം ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നു. അതിനുശേഷം ഈ മന്ത്ലി FEGA മാർക്കറ്റ് എന്ത് ചെയ്തു? മിറ്റിഗേറ്റ് ചെയ്തു. മന്ത്ലി FEGA മാർക്കറ്റ് ഇവിടെ ഈ ക്യാൻഡിൽ കൊണ്ട് മിറ്റിഗേറ്റ് ചെയ്തു. ആ മിറ്റിഗേറ്റ് ചെയ്ത സമയത്ത് ഉണ്ടായ വാലിഡ് ആയിട്ടുള്ള ഡീലിംഗ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഇതാണ് ആ സമയത്തുണ്ടായ വാലിഡ് ആയിട്ടുള്ള ഡീലിംഗ് റേഞ്ച്. ആ വാലിഡ് ആയിട്ടുള്ള ഡീലിംഗ് റേഞ്ചിൻ്റെ പ്രീമിയം ഏരിയയിലാണ് മാർക്കറ്റ് ഇപ്പോൾ കറൻ്റ്ലി പ്രൈസ് റണ്ണിങ് ആയിട്ടുള്ളത്. അപ്പോൾ ഇനി അടുത്തൊരു റിയാക്ഷൻ അല്ലെങ്കിൽ അടുത്തൊരു ബൈ ഓപ്പർച്യൂണിറ്റി എന്ന് വരണമെന്നുണ്ടെങ്കിൽ മിനിമം എവിടെയെങ്കിലും വരണം. ഈ ഒരു ഡിസ്കൗണ്ട് ഏരിയയിൽ വന്നിട്ടെങ്കിൽ എന്ത് ചെയ്യണം? മുകളിലേക്ക് പമ്പ് ചെയ്യണം. അപ്പോൾ ഒരു മന്ത്ലി ബയാസിൽ അല്ലെങ്കിൽ ഒരു ലോങ് ഡ്യൂറേഷൻ എന്നുള്ളൊരു ബയാസിൽ അല്ലെങ്കിൽ ഒരു സിംഗ് എൻട്രീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു ഷോർട്ട് ഓപ്പർച്യൂണിറ്റി, താഴേക്കുള്ളൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കറൻ്റ്ലി ആക്റ്റീവാണ്. ഓക്കെ, അതാണ് ഒരു മന്ത്ലിയിൽ ഉണ്ടായിരുന്ന ഒരു ബയാസ്. അതായത് ഒരു ലോങ്ങിൽ നമുക്ക് എന്താണ്, ലോങ് ഡ്യൂറേഷൻ എന്നുള്ള രൂപത്തിൽ നമുക്ക് എന്താണ്, ഒരു ഷോർട്ട് ബയാസാണ് അപ് ടു ഏത് വരെ? ഈ ഒരു ഡിസ്കൗണ്ട് ഏരിയ വരെ അല്ലെങ്കിൽ ഈ ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു കീ ലെവൽ വരെ. ഓക്കെ അല്ലേ? അതായിരുന്നു മന്ത്ലി ബയാസ്. അതിനുശേഷം ഞാൻ നേരെ വീക്ക്ലിയിലേക്ക് വന്നു. വീക്കിലേക്ക് വന്നപ്പോഴും ഈ മന്ത്ലി FEGA മിറ്റിഗേറ്റ് ചെയ്ത ക്യാൻഡിൽ ഇതാണ്. നമുക്ക് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാം. നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ പറ്റും, ഈ ഒരു ക്യാൻഡിൽ വരുന്നു, ഈ സീപ്പ് ചെയ്യുന്നു, അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഈ ക്യാൻഡിലിനെ മിറ്റിഗേറ്റ് ചെയ്യുന്നു, മാർക്കറ്റ് താഴേക്ക് പോകുന്നു. അതിനുശേഷം വീണ്ടും അതേ സാധനം തന്നെയാണ്. ഈ ഒരു ക്യാൻഡിൽ മിറ്റിഗേറ്റ് ചെയ്ത ക്യാൻഡിൽ ഇത്, അതിനെ വീണ്ടും ഈ ക്യാൻഡിൽ എൻകൾഫ് ചെയ്യുന്നു. ദെൻ അതിനുശേഷം എന്ത് സംഭവിക്കുന്നു? ഈ ക്യാൻഡിൽ റീടെസ്റ്റ് ചെയ്യുന്നു, വീണ്ടും സെയിം താഴേക്ക് പോകുന്നു. അതേ പ്രൊസീജിയർ തന്നെയാണ് ഇവിടെയും. ഇവിടെ എന്ത് ചെയ്യുന്നു? ഈ ക്യാൻഡിൽ വരുന്നു, ഈ ക്യാൻഡിലിനെ ഈ ഒരു ക്യാൻഡിൽ വെച്ച് എൻകൾഫ് ചെയ്യുന്നു. ദെൻ ഈ ക്യാൻഡിൽ റീടെസ്റ്റ് വരുന്നു, ദെൻ വീണ്ടും എന്ത് സംഭവിക്കുന്നു? താഴേക്ക് പോകുന്നു. ആ ഒരു കൈൻഡ് ഓഫ് പ്രോസസ്സിലാണ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്? കറൻ്റ് ഇങ്ങനെ റൺ ആയിക്കൊണ്ടേയിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ലാസ്റ്റായിട്ടുണ്ടായ ഒരു വീക്ക്ലി ബയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വളരെ തിക്കായിട്ടുള്ള ഒരു ക്യാൻഡിലാണ്. ആ ക്യാൻഡിലിൻ്റെ പ്രീവിയസ് വീക്ക് ഹൈയെ മാർക്കറ്റ് ടേക്ക് ഔട്ട് ചെയ്തിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്? നിൽക്കുന്നത്. ഓക്കെ, ആ പ്രീവിയസ് വീക്ക് ഹൈയെ ടേക്ക് ഔട്ട് ചെയ്തതിൻ്റെ 50% CRTയുടെ 50% എന്ന് പറയുന്നത് വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ലെവലാണ്. അപ്പോൾ നമ്മളെപ്പോഴും പറയാറുള്ളതെന്ന് പറഞ്ഞാൽ CRT 50% ഫസ്റ്റ് ടാർഗറ്റും ദെൻ ഈ ലോ വരെ എന്തെന്നുള്ളതാണ് ഫുൾ ടാർഗറ്റും എന്നുള്ള രൂപത്തിലാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ 50% ഇതുവരെ റീച്ച് ആയിട്ടില്ല. അപ്പോൾ മാർക്കറ്റ് ഇനിയും താഴേക്ക് വരാനുള്ള ഓപ്പർച്യൂണിറ്റി എന്തുണ്ടെന്നുള്ളതാണ്, അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതിനെ ആസ്പദമാക്കിക്കൊണ്ട് തന്നെ ഞാൻ ഡെയിലി ബയാസിലേക്ക് മൂവ് ചെയ്തു. ഡെയിലി ബയാസിലേക്ക് മൂവ് ചെയ്തപ്പോൾ നമുക്കിവിടെ കാണാം, ഇവിടെ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തു. അതിനുശേഷം ഈ ക്യാൻഡിലിന് താഴെയായിട്ട് ഇവിടെ എൻകൾഫ് ചെയ്തു. ഓക്കെ, അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അതിനുശേഷം ഇതൊരു വാലിഡ് ആയിട്ടുള്ള ഒരു ഓർഡർ ബ്ലോക്കാണ് അല്ലേ. ആ ഓർഡർ ബ്ലോക്കിലേക്ക് വന്ന ഒരു ക്യാൻഡിലാണ് ഈ ഒരു ക്യാൻഡിൽ. ഈ ഒരു ക്യാൻഡിൽ എന്നിട്ട് അതിനുശേഷം എന്ത് സംഭവിച്ചു? ഈ ക്യാൻഡിലിന് ഇവിടെ എൻകൾഫ് ചെയ്തു. അങ്ങനെ സംഭവിച്ചാൽ ഇതൊരു വാലിഡ് ആയിട്ടുള്ള ഒരു മോഡൽ ടു ഓർഡർ ബ്ലോക്കായി. ഓക്കെ, ആ മോഡൽ ടു ഓർഡർ ബ്ലോക്ക് ഞാൻ മാർക്ക് ചെയ്തു. അതാണ് ഈ ഡെയിലി ഓർഡർ ബ്ലോക്ക്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്നുള്ള റിയാക്ഷൻ നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു? എക്സ്പെക്റ്റ് ചെയ്യാമായിരുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി ഇവിടെ നിന്ന് ഓൾസോ എന്ത് സംഭവിക്കണം? മാർക്കറ്റ് അടുത്തതായിട്ടുള്ള ഒരു വാലിഡ് ആയിട്ടുള്ള ഈ ഒരു ഏരിയയിലേക്ക് എങ്ങനെ മാർക്കറ്റ് വരണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു വ്യൂ. ഓക്കെ, അതിനാസ്പദമാക്കിക്കൊണ്ട് വീണ്ടും 4 ഹവറിലേക്ക് ഞാൻ സ്വിച്ച് ചെയ്തു. 4 ഹവറിലേക്ക് സ്വിച്ച് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് കാണാൻ പറ്റി ഒരു 4 ഹവർ FEGA മിറ്റിഗേറ്റ് ചെയ്ത 4 ഹവർ FEGA മിറ്റിഗേറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് താഴേക്ക് ഇറങ്ങി. അപ്പോൾ നമുക്ക് ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഈ ഒരു ലെവലായിരുന്നു. അടുത്ത ഇവിടെ വാലിഡ് ആയിട്ടുള്ളൊരു കീ ലെവൽ താഴേക്ക് പോകാൻ ഏതാണ് ഉള്ളതെന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് കാണാം, ഇതൊരു റിജക്ഷൻ ബ്ലോക്കാണ്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് വാലിഡ് ആയിട്ടുള്ള സെല്ലേഴ്സ് ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അതായത് നമുക്ക് നോക്കിയാൽ കാണാം,
ഇവിടെ നിന്നാണ്, അതായത് ബയേഴ്സ് ഇവിടെ നിന്ന് പുഷ് ചെയ്ത് മേളിലെത്തിച്ചു. എന്നിട്ട് ഇവിടെ നിന്ന് ഈ ഒരു ക്യാൻഡിലിന് താഴെയായിട്ടാണ് ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തത്, ഈ 4 അവർ ക്യാൻഡിൽ ക്ലോസ് ചെയ്തത്. അതിനർത്ഥം ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്, അതായത് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് സെല്ലേഴ്സ് പിടിമുറുക്കിയ ഒരു ഏരിയ ആണ് എന്നുള്ളതാണ് അതിനർത്ഥം. അപ്പോൾ ആ ഏരിയയിൽ നിന്ന് അതൊരു വാലിഡ് എന്തായിട്ടുള്ള ഒരു കീ ലെവലായി മാറും, വാലിഡ് ആയിട്ടുള്ള ഒരു കീ ലെവലായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഞാൻ നോക്കിയിരുന്നത് ഈ ഒരു ഏരിയയിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു വിക്കിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു റിജക്ഷൻ ബ്ലോക്കിലേക്ക് പ്രൈസ് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്നൊരു ഷോർട്ട് ഓപ്പർച്യൂണിറ്റി നോക്കാം എന്നുള്ളതായിരുന്നു. അപ്പോൾ നമുക്കറിയാം ഇതൊരു 4 അവർ എന്തായിരുന്നു, റിജക്ഷൻ ബ്ലോക്കായിരുന്നു. ഓക്കെ, ഇതെന്ന് പറയുന്നത് വാലിഡ് ആയിട്ടുള്ള ഒരു 4 അവറിൻ്റെ റിജക്ഷൻ ബ്ലോക്കായിരുന്നു. അപ്പോൾ ഇനി ഒരു CRT ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് ആദ്യം നമ്മളെപ്പോഴും പറയാറുള്ളത് വാലിഡ് ആയിട്ടുള്ള ഒരു കീ ലെവൽ ഉണ്ടാവണം, അതിനുശേഷം എന്തുണ്ടാവണം, വ്യക്തമായിട്ടുള്ള ഒരു CRT പർച്ചേസുകൾ നടക്കണം, അതിനുശേഷം ITFൽ ഒരു ക്ലാരിറ്റി വേണം, ദെൻ 50 മിനിറ്റിലോ 5 മിനിറ്റിലോ LTF കൺഫർമേഷൻ. ആ രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, പ്ലാൻ ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് ഇവിടെ കാണാൻ പറ്റും, ഈ ഒരു ക്യാൻഡിൽ ഒരു CRT ക്യാൻഡിലായിട്ട് ഞാൻ കൺസിഡർ ചെയ്തു, ഒരു 4 അവറിൻ്റെ CRT ക്യാൻഡിൽ. ദെൻ അതിൻ്റെ ലോയും ഞാൻ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് എന്താണ് വേണ്ടത്, ഈ ഒരു 4 അവർ റിജക്ഷൻ ബ്ലോക്കിലേക്ക് മാർക്കറ്റ് ടാപ്പായി അല്ലേ. ഇനി അവിടെ നിന്നുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫൈൻഡ് ചെയ്യേണ്ടത്. CRTC ഒക്കെ എല്ലാം മാർക്ക് ചെയ്ത് വെച്ചു. ഇതാണ് 4 അവറിൻ്റെ CRT ഹൈ പോയിൻ്റ് ആൻഡ് ഇതാണ് 4 അവറിൻ്റെ ലോ. ഓക്കെ, നമുക്ക് വേണ്ടത് ഈ റിജക്ഷൻ ബ്ലോക്കിലേക്ക് മാർക്കറ്റ് പ്രൈസ് റീച്ച് ആവുക എന്നുള്ളതാണ്. നമുക്ക് നേരെ 50 മിനിറ്റിലേക്ക് പോവാം. 1 അവർ ITFലും ഇവിടെ വലിയ പ്രശ്നങ്ങളില്ല, അത്യാവശ്യം നല്ല പീരിയോട് കൂടിയാണ് പ്രൈസ് പോകുന്നത്. ഓക്കെ, 50 മിനിറ്റിലും നമുക്ക് വ്യക്തമായിട്ട് കാണാം, നല്ല പീരിയോട് കൂടിയാണ് ആ റിജക്ഷൻ ബ്ലോക്കിൻ്റെ അടുത്തേക്ക് മാർക്കറ്റ് എന്ത് ചെയ്യുന്നത്, പോകുന്നത്. അപ്പോൾ നമുക്ക് കോൺഫ്ലുവൻസുകളെല്ലാം ഉണ്ട്, വാലിഡ് ആയിട്ടുള്ള കീ ലെവലുണ്ട്, ഓൾസോ വ്യക്തമായിട്ടുള്ള CRT പർച്ചേസുകൾ കടന്നു, വ്യക്തമായിട്ട് ITFൽ ക്ലാരിറ്റി ഉണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ എന്തിന് വെയിറ്റ് ചെയ്യണം, ഈ റിജക്ഷൻ ബ്ലോക്കിൽ ടാപ്പ് ചെയ്യുക, കൺഫർമേഷൻ എടുക്കാം. നമുക്ക് നോക്കാം ഇവിടെ എന്ത് സംഭവിച്ചു. ഇവിടെ നേരെ വന്ന് ഈ ഒരു ക്യാൻഡിൽ റിജക്ഷൻ ബ്ലോക്ക് ടാപ്പ് ചെയ്തു. ഇനി നമുക്ക് കൺഫർമേഷനാണ് വേണ്ടത്, ഇനി നമുക്ക് വ്യക്തമായിട്ടുള്ള കൺഫർമേഷനാണ് വേണ്ടത്. ഈ ഒരു ക്യാൻഡിലിൻ്റെ താഴെയായിട്ട് ഇവിടെ എന്ത് സംഭവിച്ചിട്ടില്ല, ക്ലോസ് ചെയ്തിട്ടില്ല. ക്ലോസ് ചെയ്തായിരുന്നെങ്കിൽ നമുക്കതൊരു മോഡൽ ബ്ലോക്ക് കൺഫർമേഷൻ എന്നുള്ള രൂപത്തിൽ നമുക്ക് എടുക്കാമായിരുന്നു. നമുക്ക് ഇതിന് താഴെ ക്ലോസ് വെച്ചത് ഈ ഒരു ക്യാൻഡിലാണ് അല്ലേ, ഈ ഒരു ക്യാൻഡിൽ ക്ലോസ് വെച്ചു. ഇനി തന്നെ റീടെസ്റ്റിൽ എൻട്രി. ഓക്കെ, ഇത്രേ ഉള്ളൂ. വിത്തിൻ 2 ക്യാൻഡിൽസിനുള്ളിൽ തന്നെ എന്ത് സംഭവിക്കുകയാണ് ചെയ്തത്, TP അടിക്കുകയാണ് ചെയ്തത്. ഇത് റീടെസ്റ്റ് ചെയ്തു. SL എന്ന് പറയുന്നത് ഇതുവരെയാണ്, TP എന്ന് പറയുന്നത് നമുക്ക് 1:2 പ്ലാൻ ചെയ്യാം. ഓക്കെ, ഈസി ആയിട്ട് TP അടിച്ചു. അപ്പോൾ ഇതാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക എന്നുള്ളത്, ഒരേ പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ചെയ്യണത്. ഒരു വ്യക്തമായിട്ടുള്ള ഒരു കീ ലെവൽ, അതിലേക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഹയർ ബയാസിൻ്റെ CRT, അതിനുശേഷം ITFൻ്റെ ക്ലാരിറ്റി, ദെൻ 50 മിനിറ്റിൽ എക്സിക്യൂഷൻ. ഓക്കെ, എന്ന് വെച്ചുകൊണ്ട് വീക്കിലിയും മന്ത്ലിയും 3 മന്ത്സും എല്ലാം നമ്മളൊരു നരേറ്റീവിൽ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. അതിലെല്ലാം ആസ്പദമാക്കിക്കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ താഴേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഗൈസ്.